നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ റിജിഡ് ബോഡീസും ആ റിജിഡ് ബോഡിക്ക് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്, അതിൽ റൊട്ടേറ്ററി മോഷൻ ആവാം, ദെൻ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആവാം. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ആ മോഷൻസ് ഓഫ് റിജിഡ് ബോഡീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. വെക്റ്റർ എന്താണ് എന്ന് നമുക്കറിയാം. വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ, അതിൻ്റെ മേലെ ആരോ മാർക്കും കൊണ്ടാണ് വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എ എൻ ക്യാപ്പ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എ എന്ന് പറയുന്ന അതിൻ്റെ മാഗ്നിറ്റ്യൂഡും എൻ ക്യാപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷനും ആണ്. ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിരുന്നു. പാരലൽ, ആൻറ്റി പാരലൽ വെക്റ്റർ, ദെൻ സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്റർ, യൂണിറ്റ് വെക്റ്റേഴ്സ്, ഇതൊക്കെ പഠിച്ചിരുന്നു. യൂണിറ്റ് വെക്റ്റേഴ്സ് നമുക്കറിയാം ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇത് മൂന്നുമാണ് യൂണിറ്റ് വെക്റ്റേഴ്സ്. ഐ ക്യാപ്പ് എക്സ് ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യാനും ജെ ക്യാപ്പ് വൈ ആൻഡ് കെ ക്യാപ്പ് ഇസഡ് ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്റ്റേഴ്സാണ്. യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് അറിയാം. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ദെൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനുമുള്ള വെക്റ്റേഴ്സാണ്. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ എക്സ് ഡയറക്ഷനെ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്റ്ററാണ്, അതിൻ്റെ ഡയറക്ഷനെ കാണിക്കുന്നു. എ എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ദെൻ 10 നോർത്ത് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണെന്നറിയാം. ഇത് എൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷനെയും ഈ 10 എന്ന് പറയുന്ന അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വെലോസിറ്റി, ഫോഴ്സ്, ഇതെല്ലാം വെക്റ്റേഴ്സാണ്. അപ്പോൾ അതിലെല്ലാം ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ പ്രൊഡക്റ്റ്. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട് നമ്പേഴ്സ്. ദെൻ 2 × 3, 2, 3 കൂടെ ഗുണിച്ചാൽ നമുക്കറിയാം 6 ആണെന്നറിയാം. 2 3s are 6 കിട്ടും. ഇതുപോലെ ഇത് സാധാരണ നമ്പേഴ്സ് മാത്രം, അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡയറക്ഷനും കൂടെ ഉള്ളത്, അതായത് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഈ ഫോഴ്സിനെ, അതായത് F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ഞാൻ ഇതിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്വാണ്ടിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സപ്പോസ് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്ക് എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും, അല്ലേ? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ദെൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ മൊമെൻറ്റം ഉണ്ട്. മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതുപോലെ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. ദെൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഇവിടെ പി എന്ന് പറയുന്ന ഒരു മൊമെൻറ്റം, ദാറ്റ് ഈസ് ഒരു പ്രൊഡക്റ്റ്. അത് എന്തായിരിക്കും? വെക്റ്റർ ആയിരിക്കണം, സ്കേലാർ ആണോ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ല, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ദെൻ ഇവിടെ വർക്ക് ഡൺ എന്ന് കണ്ടു. വർക്ക് ഡൺ എന്ന് പറയുന്നൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ദെൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താ? 2 വെക്റ്റേഴ്സാണ്. ഈ വെക്റ്റേഴ്സിനെ തമ്മിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ, സാധാ നമ്പേഴ്സ് 2 × 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. ദെൻ അതിന് നമുക്ക് 2 മെത്തേഡുണ്ട്. ഒന്നിനെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും, രണ്ടാമത്തേതിനെ നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അതായത് 2 വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് 2 തരത്തിലാവാം. ഒന്നെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ആവാം, അല്ല എങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റ് ആവാം. ഒരു വെക്റ്റർ പ്രൊഡക്റ്റും ഒരു സ്കേലാർ പ്രൊഡക്റ്റ്. അതായത് നമ്മൾ 2 വെക്റ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക്, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ നമ്മളതിനെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ദെൻ അത് എന്ന് പറയുന്നത് ഒരു സ്കേലാർ പ്രൊഡക്റ്റ് ആണ്.
അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിച്ചു. സ്കേലാർ ക്വാണ്ടിറ്റി കിട്ടി. സ്കേലാർ പ്രൊഡക്റ്റ് അത് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കും. അതിന് നമ്മളിവിടെ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ 7th ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്കേലാർ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. നമ്മളിവിടെ ആംഗുലാർ മൊമെൻറ്റം ഒക്കെ പറയുന്നുണ്ട്. ടോർക്ക് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. അതായത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. അത് എല്ലാം ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ഫോഴ്സ് എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയും റൊട്ടേഷണൽ മോഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ടോർക്ക്. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. അത് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടോർക്കിനെ നമ്മൾ ടോ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അത് രണ്ടും, അതായത് ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് നമ്മൾ വെക്റ്റർ ആർ, വെക്റ്റർ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചു. അതാണ് ഇവിടെ വെക്റ്റർ പ്രൊഡക്റ്റ് വരുന്നത്. ഈ വെക്റ്റർ പ്രൊഡക്റ്റിനെയും സ്കേലാർ പ്രൊഡക്റ്റിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ വെക്റ്റർ പ്രൊഡക്റ്റിന് ഒരു ഇൻറ്റു മാർക്കാണ് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് എന്നാണ്. CROSS. വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് എന്നാണ്. അത് ഒരു വെക്റ്റർ പ്രൊഡക്റ്റാണ്. ഇതിനെ വെക്റ്റർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നു. ഇതിനെ സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ 6th ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 7th ചാപ്റ്റർ, നമ്മളിപ്പോൾ പഠിക്കുന്ന 7th ചാപ്റ്ററാണ്. 7th ചാപ്റ്ററിലാണ് നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 2 വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ നമ്മളതിനെ എന്ത് വിളിച്ചു? വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചു. ഇനി ഇത് റിസൾട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്ന് പറഞ്ഞു. അതിന് ആ വെക്റ്റർ ക്വാണ്ടിറ്റി ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും. ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയുമായിരിക്കും, അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് 2 വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്യാം. വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി, 2 വെക്റ്റേഴ്സ്. ഇനി ഈ 2 വെക്റ്റേഴ്സ് തമ്മിൽ ഒരു ആംഗിളുണ്ട്, ഒരു തീറ്റ എന്നൊരു ആംഗിൾ. 2 വെക്റ്റേഴ്സ്, ഞാൻ ഇതിനെ വെക്റ്റർ എ ആയിട്ട് ഡിനോട്ട് ചെയ്തു, ഇത് വെക്റ്റർ ബി ആയിട്ട് എടുത്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ നെയിം ചെയ്യുന്നു OP, OQ. ദെൻ OP എന്ന് പറയുന്നത് വെക്റ്റർ എയെയും OQ എന്ന് പറയുന്നത് വെക്റ്റർ ബി എയും ഡിനോട്ട് ചെയ്തു. വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിൽ ഒരു ആംഗിളുണ്ട്. ആ ആംഗിളാണ് തീറ്റ എന്നുള്ള ആംഗിൾ. ഓക്കെ, ഇനി ഈ വെക്റ്റർ എയും വെക്റ്റർ ബിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് എങ്കിൽ അതിന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് പറയാം. ദ വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ് is defined as a vector whose magnitude is equal to the product of 2 vectors and sine of angle theta between them. Its direction can be found out with the help of right hand thumb rule or right handed screw rule. അതായത് 2 വെക്റ്റേഴ്സ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ പ്രൊഡക്റ്റ്, ഓക്കെ, ഞാനിവിടെ സി എന്ന ലെറ്റർ വെച്ചിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ഡിനോട്ട് ചെയ്തു. Then vector C is equal to the magnitude of product of 2 vectors and sine of angle between them ആണ്. AB sin theta എന്ന് കിട്ടും. and its direction is n cap എടുത്തു. n cap എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ ആണ്. then vector C is equal to AB sin theta n cap എന്ന് കൊടുത്തു. ഇവിടെ n cap എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. AB sin തീറ്റ എന്ന് പറയുന്ന അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും എയും ബിയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തത്. ദെൻ ഇത് തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു. ദെൻ ആ തീറ്റയുടെ സൈൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി എൻ ക്യാപ് എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് perpendicular to the plane containing vector A and vector B ആയിരിക്കും.
and can be find out with the help of right hand thumb rule or right handed screw rule ആയിരിക്കും. ഇവിടെ വെക്റ്റർ എയും വെക്റ്റർ ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ വരിക അല്ലേ. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏത് വരുന്നത്, ഈ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് വരുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സിലും വൈയിലും ഉള്ള രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏതാ വരുന്നത്, ഇസഡ് ആക്സിസ് ആണ്. ദെൻ ഇസഡ് ആക്സിസ് ആയിരിക്കും the direction of two vectors which lie in the plane xy. xy എന്ന പ്ലെയിനിൽ ഉള്ള രണ്ട് വെക്റ്റേഴ്സ് അതിൻ്റെ ഡയറക്ഷൻ ഇസഡ് ആക്സിസ് ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ കൊടുത്തു എ ബി സൈൻ തീറ്റ എൻ ക്യാപ് എന്ന് കൊടുത്തു. ഇനി ഇത് എക്സ് വൈ പ്ലെയിന് വൈ ഇസഡ് പ്ലെയിന് ഒന്നും തന്നിട്ടില്ല. നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വെക്റ്റേഴ്സ് എടുക്കുക, എയും ബിയും. കേൾ ദ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം എ ടു ബി. ഞാൻ ഏതാണോ ആദ്യം പറയുന്നത് അത് ആദ്യം എടുക്കണം. ബി എ ആണ് ആദ്യം ഞാൻ പറയുന്നതെങ്കിൽ എന്തെടുക്കണം, ബി എ എന്നെടുത്തിരിക്കണം. എ ബി എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആദ്യം ഏതെടുത്തിരിക്കണം, എ എടുത്തിരിക്കണം. ഞാൻ കേൾ ദ ഫിംഗേഴ്സ്, അതായത് ഈ ഫിംഗേഴ്സിനെ കേൾ ചെയ്യണം, ചുറ്റണം. എവിടെ നിന്ന് എങ്ങോട്ട്, എയിൽ നിന്ന് ബിയിലേക്ക് ചുറ്റി ഇങ്ങനെ പിടിക്കുക. കേൾ ദ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം എ ടു ബി. ദെൻ ദ പോയിൻറ്റഡ് തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്. ആ രണ്ട് വെക്റ്റേഴ്സ് എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നത്. ഞാൻ എങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, എയിൽ നിന്ന് ബിയിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പോയിൻറ്റഡ് തമ്പ് ഉണ്ട്, തമ്പ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. പോയിൻറ്റഡ് തമ്പ്, ഇത് നമുക്ക് ടിപ്പ്, ഇതിൻ്റെ അറ്റം നമുക്ക് അതിൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കാം. ദെൻ ഈ പോയിൻറ്റഡ് തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഏതിൻ്റെ ഡയറക്ഷൻ, ആ പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ. ദെൻ വെക്റ്റർ എ ടു വെക്റ്റർ ബി പോയി. അതായത് ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഏത് കിട്ടുക, ഡയറക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ദെൻ എൻ ക്യാപ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി ആയിരിക്കും. എയും ബിയും ഏത് പ്ലെയിനിലാണോ ഉള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏതുണ്ടാവുക, ഈ എൻ ക്യാപ്പ്. അതായത് എക്സ് വൈ ഇസഡ് നമുക്കെടുത്തു, എക്സ് വൈ ഇസഡ്. ഒരു എക്സും ഇസഡും പ്ലെയിൻ എടുക്കുക. എക്സും ഇസഡ് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഏതാ വരുന്നത്, വൈ ആക്സിസ് ആണ് അല്ലേ. എക്സും വൈയും എടുത്തു, എക്സ് വൈ പ്ലെയിന്, എക്സ് വൈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏതാ ഉള്ളത്, ഇസഡ് ആക്സിസ് ആണ്. ഇനി ഒന്നും കൂടിയുണ്ട്, ഏത്, വൈ ഇസഡ് പ്ലെയിന്, വൈയും ഇസഡും കൂടിയുള്ള പ്ലെയിന്. ദെൻ വിച്ച് ഇസ് എ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. ഓട്ടോമാറ്റിക് അറിയാം ഏതായിരിക്കും, എക്സ് ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിന് ലംബമായിട്ടുള്ളത്. ദെൻ വൈക്കും ഇസഡിനും ലംബമായിട്ടുള്ളത് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഏതാ, എക്സ് ആക്സിസ് ആണ്. ദെൻ ഈ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക, മാഗ്നിറ്റ്യൂഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ. ദെൻ എക്സ് ഇസഡ് ആയിരുന്നുവെങ്കിൽ ഈ ഡയറക്ഷനിൽ പോകും. ഇതാണ് വെക്റ്റർ പ്രൊഡക്റ്റ്. വെക്റ്റർ സി എന്ന് പറയുന്നത് നമുക്ക് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് എഴുതാം. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈക്വൽ ടു വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈക്വൽ ടു വെക്റ്റർ സി എന്ന് ഞാനിവിടെ എഴുതി, ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ് എന്ന് കണ്ടു. ഇനി ഇതിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് വെക്റ്റർ പ്രൊഡക്റ്റിന്. നമുക്കറിയാം, നമ്മൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാം 2 × 3 2 3s are 6 ആണെന്നറിയാം. അതുപോലെ 3 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 6 തന്നെ കിട്ടും അല്ലേ. ഇതിന് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റൂൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വേറൊന്നുണ്ട്, 2 × 3 + 4 ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ 2 × 3 ചെയ്യും പ്ലസ് 2 × 4 ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആദ്യം കാണും, എന്നിട്ട് അത് ആഡ് ചെയ്യും. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്നാണ് പറയുന്നത്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ നമുക്കിങ്ങനെ റൂൾസ് ഉണ്ട്. 2 × 3 = 3 × 2 എന്നാണ് കിട്ടുന്നത്. രണ്ടും 6 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ
നമുക്ക് വെക്ടറിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. വെക്ടർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ കാണുന്നത്.